പുറത്തുനിന്നാണ് ഇത്. ഷൈൻ ടോപ്പിക് വരുമ്പോൾ എന്തിനാ അവോയ്ഡ് ആക്കുന്നത് മെസ്സേജ്? ആക്ച്വലി എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പറയുന്നു. ഞാൻ ആ ടോപ്പിക്ക് ഞാൻ വിട്ടതാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാൻ. ആളെ നല്ല വൈബിൽ പോകുന്നുണ്ട്, ആള് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട്. എന്നെങ്കിലും പ്രതീക്ഷയാണ് എന്നാലും. പക്ഷെ ഇവരെന്നെ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ അവൻ ഞാൻ കുറേ അങ്ങനെ എന്താ പറയാ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം അതെന്റെ പേഴ്സണലാണ്. അതിപ്പോ നിങ്ങളെടുത്ത് എനിക്കത് പല്ലുകുത്തി നാട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മള് വിശ്വസിച്ചിട്ട് കൊറോണത്തിന് കൂടെ കൂട്ടും, എന്നിട്ട് ലാസ്റ്റ് കൊത്തിയിട്ടിട്ട് പോകും. അങ്ങനെ 2 ഞാൻ കൂട്ടി 2 വർഷം കൂടെ കൂട്ടി. ലാസ്റ്റ് എനിക്കെന്നെ പണിയായി. ആരും വേണ്ട മോളെ, അതാ നല്ല സത്യം. നമുക്ക് ആരും വേണ്ട, അതാ നല്ലത്. കാരണം നമ്മളെ വിശ്വസിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റി പറഞ്ഞു പിന്നെ ഫുൾ ഫ്ലാഷായി, ഒന്നിനും കൊള്ളില്ല. ഞാനൊരു എന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ എന്ത് പേഴ്സണൽ ആയിക്കോട്ടെ അത് അങ്ങനെ തന്നെ വെക്കണം. അല്ല നമുക്ക് സങ്കടം വരുമ്പം അത് അവരോട് ഷെയർ ചെയ്യുമ്പം പിന്നീട് അവരത് വഴക്കിട്ട് തെറ്റിപ്പോയാല് അത് പബ്ലിക് ആക്കിയിട്ട് നാറ്റിച്ചങ്ങട് കളയും. എന്റെ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ച 2 കാര്യം, ആരും വിശ്വസിക്കരുത്, ഒരു തെണ്ടികളും വിശ്വസിക്കരുത്. അതാരായാലും നമുക്ക് കുറേ വാഗ്ദാനങ്ങളും തരും, അവരൊറ്റൊന്നിനും വിശ്വസിക്കുകയും ചെയ്യരുത്. നമ്പിക്കൂടാ, നൻപനെ നമ്പിക്കൂടാന്ന് പറയണത് വെറുതെ അല്ല. എത്ര ക്ലോസ് ആയാലും നമ്പിക്കൂടാ. കാരണം നമുക്ക് തന്നെ അതൊരു ഭയങ്കര പണിയായിട്ട് വരും. നല്ല പണി, 8ന്റെ പണി. എന്തിന് വീട്ടിലിരിക്കണം, ഉമ്മ വരെ എന്നെ ഊക്കിയിട്ട് കൊല്ലുന്നത്. നമ്മൾ നന്ദികേട് കാണിക്കാൻ പാടില്ലല്ലോ. നന്ദികേട് കാണിക്കുന്നവർക്ക് കർമ്മ സംഭവം ഉണ്ടെങ്കിൽ അത് കിട്ടിക്കോളും. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, നമ്മൾ ആരോ ഒന്നിനും പോണ്ട. എനിക്ക് കിട്ടണതൊക്കെ ഞാൻ നല്ലോണം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പം പുറത്തുനിന്നായാലും ഉള്ളിന്നായാലും. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്തു. പറ്റിപ്പോയി, ഒരു തെറ്റൊക്കെ എനിക്കും പറ്റിപ്പോ. ഒരു തെറ്റല്ല, കുറെ തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട് ലൈഫില്. അതിൽ 2-3 തെറ്റുകൾ എങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. 2 വർഷം എന്നിട്ട് എന്നെ സത്യം പറയാറില്ല, തേച്ചിട്ടില്ല, നല്ല 3G ആക്കി വിട്ട്. ഇപ്പൊ ഞാനാണ് എല്ലായിടത്തും കുറ്റക്കാരി. അവര് ചെയ്യണതെല്ലാം നല്ലത്, നമ്മള് ചെയ്യണതെല്ലാം തെറ്റ്. നമ്മളൊരു തരം ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞു. എനിക്ക് ആരും പോയ സങ്കടമില്ല, പക്ഷെ അവര് പോയത് നല്ല സങ്കടം ഉണ്ടായതൊന്നും ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. കാരണം നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഉണ്ടായില്ല. ഞാൻ എൻ്റെ ഫാമിലീനെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് നല്ല രൂപലിക്ക് കിട്ടി. പിന്നെന്താണ്, ഫോട്ടോസ് ഫ്രെയിം ചെയ്തതൊക്കെ എറിഞ്ഞ പൊട്ടിച്ചക്ക്. അതിനാ നീ എന്നെ കളിയാക്കണം. പച്ചക്ക് വേറെ എന്തൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ, അതായത് അത് എപ്പോഴും, അതൊരു ബോയ് ആയാലും ഗേൾ ആയാലും ആരോട് ഷെയർ ചെയ്യരുത്. നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരൊരാളുകളും നമ്മുടെ ഉമ്മ. എനിക്ക് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് എന്തും പറയാം, പക്ഷെ ഞാൻ കുറെ കാലമായിട്ടൊന്നും പറയാറില്ല. എൻ്റെ ഉമ്മ എന്നോട് അറിയാം, മോളെ നീ ആ ചെയ്യേണ്ടതൊക്കെ ഇട്ടിട്ട് കുത്തിയിട്ട് പോകും. അതേപോലെ തന്നെ ആയി. എനിക്ക് 8ന്റെ പണി വന്നു. പണിന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നല്ല അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയാനുള്ളത്, നമുക്ക് നല്ല സങ്കടം വരും, ഉള്ളിൽ നല്ല സങ്കടം പൊട്ടിക്കരയണ അവസ്ഥയായിരിക്കും. പക്ഷെ നമ്മൾ അവരെ പിടിച്ച് ഹഗ് ചെയ്തിട്ട് ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ കെട്ടിപ്പിടിച്ച് അവരെ കരയാൻ പാടില്ല. അതെന്ന് വെച്ചാല് പാമ്പുകളാണത്. പിന്നെന്ന് വെച്ചാൽ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടത്രേ ഉള്ളൂ. അതിപ്പോ ആരായാലും ശരി, ആരായാലും വേണ്ട. കാരണം നമ്മൾ അവർക്ക് വേണ്ടി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ വെറും വേസ്റ്റാ. നമ്മൾ കരയണതൊക്കെ വെറും വേസ്റ്റാ. അവർക്ക് എന്തും ചെയ്യാൻ നമുക്കൊന്നും ചെയ്തുകൂടാ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലേ, അതൊക്കെ വൃത്തിയാ. ഞാനിപ്പോ ഇങ്ങനെ ലൈവില് വന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ ഈ ഒരു കാര്യം പറയണത് എന്താ വെച്ചാല് അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും പറഞ്ഞു തരണല്ലോ, അതുകൊണ്ടാ. പക്ഷെ ഇതിപ്പോ പറഞ്ഞെന്താ വെച്ചാല്, എന്നാലും എനിക്ക്
8ന്റെ ഒരു പണി കിട്ടി. 8ന്റെ അല്ല, നല്ല നല്ല പണി, 100ന്റെ പണി കിട്ടി. അത് പണി അങ്ങോട്ട് കിട്ടിയപ്പോ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു അത് വിട്ട പരിപാടിയാണ് അവര് പോയിന്നൊക്കെ. അപ്പം പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് ഈ ഒരു അവസരത്തിൽ അത് പറയാനിരിക്കാനും പറ്റുന്നില്ല. കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും. മോനെ ഇനി ആരും വേണ്ട, ഇനി ആരും വേണ്ട. പൈസ എടുത്തിട്ട് വരാം മാത്രണ്ട്. ഇനി ലൈഫിൽ ഇനി ഒരുത്തനും വേണ്ട, മതിയായിട്ട്. എന്തൊക്കെയായിരുന്നു തനൂജ ഷൈൻ, അതിനൊരു മാറ്റവും വന്നിട്ടില്ല മോനെ, അതങ്ങനെ തന്നെ ഉണ്ട്. ശ്രീലേഷേ, അനക്കുള്ള അതിനൊരു മറുപടി ഞാൻ ഈ ലൈവില് തരുന്നില്ല. കാരണം നീ ചോദിച്ചത് പരമ ചെറ്റ പരിപാടിയാണ്. അതാ ഒരു ചോദ്യം നോക്കട, ഷൈൻ നല്ലോണം മുതലാക്കിയില്ലേ? ഇതിനൊന്നിട്ടല്ലോ മറുപടി കൊടുക്കാൻ അറിയായിട്ടല്ല. കാരണം എന്താ വെച്ചാല് അതൊക്കെ നിന്റെ ക്വാളിറ്റി എന്താന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അതില് മറുപടി തരുന്നില്ല. ഓക്കെ, അയാൾ എന്നെ ചതിച്ചിട്ടുമില്ല, ഞാൻ അയാളെ ചതിച്ചിട്ടുമില്ല. ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളായിരുന്നു ലീവ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് നല്ലൊരു മനുഷ്യനാണ് ആള്. ഞാൻ കണ്ടതിൽ വെച്ച് നല്ല, അതെ അല്ല ഞാൻ കാര്യം പറഞ്ഞതാ, കണ്ടതിൽ വെച്ച് നല്ലൊരു മനുഷ്യനാണ്. ഒലിവിലുണ്ട്, ഒലിവിലേക്ക് പിന്നെന്തൊക്കെ നില അഖിലുണ്ണി ഹായ്. തനു പറയടാ, ആ ടോപ്പിക്ക് ഞാൻ വിട്ടതാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാൻ. ആളെ നല്ല വൈബിൽ പോകുന്നുണ്ട്, ആള് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട്. എന്നെങ്കിലും പ്രതീക്ഷയാണ് എന്നാലും, പക്ഷെ ഇവരെന്നെ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ കുറേ അങ്ങനെ എന്താ പറയാ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം അതെന്റെ പേഴ്സണലാണ്. അതിപ്പോ നിങ്ങളെടുത്ത് എനിക്കത് പല്ല് കുത്തി മാറ്റിക്കേണ്ട ആവശ്യമില്ല.